നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ വൈകുന്നേരം എല്ലാരും ഇങ്ങനെ ഇരിക്കലാണ്. മഴയും കണ്ട് ഇരിക്കലായി. നല്ല മഴയാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഇന്ന് അമ്മ നല്ലൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ നല്ല മഴയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ് എന്നാണ് അമ്മ തന്നെ പറയും. അന്നേ നമ്മ കപ്പയിൽ ഉണക്കി വെച്ചിട്ടേ അപ്പൊ അത് പൊടിച്ചിട്ട് നമുക്ക് എന്തൊരു പുട്ടുണ്ടാക്കാതെ വെച്ചിട്ട് കപ്പപ്പുട്ട്. അതെ, മഴയത്ത് നല്ലതല്ലേ. കട്ടൻ ചായ പുട്ടും പുള്ളിപ്പുട്ട് കപ്പപ്പുട്ട് എല്ലാം പറയല്ലേ. അപ്പൊ അതുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മണ നല്ല മണാണ്. അത് ആവിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു മണം വരാനുണ്ട്. നല്ല മണാണ് കപ്പപ്പുട്ടിന്റെ. പിന്നെ മറ്റേ വാട്ടപ്പം മീൻ്റെ ഇടക്കൊരു സാക്കിന് പിന്നെ അത് വീഡിയോ ഒന്നും കാണിച്ചിട്ടാ കാട്ടിലും കൂടി ഉണ്ടാക്കിയ ദിവസം രാവിലെ. പിന്നെ രാവിലെ വീടെടുക്കാൻ വിചാരിച്ചാൽ ഇരിക്കലും ഭയങ്കര തിരക്കാന്ന്. ആദ്യക്കൂട്ടന് രാവിലെ പോകണം. അതെ, 7 മണിക്ക് ആദ്യക്കൂട്ടന് ട്യൂഷൻ തുടങ്ങും. അപ്പൊ ഇതിനോട് അവിടെ എത്തണം. 7:30 തുടങ്ങും. അപ്പൊ 7 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകണം. അപ്പൊ തന്നെ ചോറും കറിയും എല്ലാം ആവണം. സ്കൂളിൽ ഇപ്പൊ 9ാം ക്ലാസ് ആയതുകൊണ്ട് ചോറൊന്നും ഇല്ല. 8ാം ക്ലാസ് വരെ ഇല്ലു സ്കൂളിൽ ചോറ്. നമുക്ക് വേഗം കപ്പപ്പുട്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മളെ ഉണക്കി വെച്ച കപ്പ ചെത്തി ഉണക്കിയത്. ചെത്തിയിട്ട് കഴുകിയിട്ട് പിന്നെ ഉണക്കിയ കപ്പയാണിത്. അപ്പം ഇതിന് എന്താ പറയലറിയില്ല. നമ്മ അങ്ങനെ ഉണക്കിയ ഇങ്ങനെ പുട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെത്തി ഉണക്കലുണ്ട്. ഇതിനെന്തോ പറയലുണ്ട് ഇങ്ങനെ ഉണക്കുന്നതിന്. അപ്പം ഇതാണ് പൊടിച്ചിട്ട് പുട്ടാക്കുന്നത്. ഇത് ഉണക്ക് ഇത് വാട്ടപ്പയല്ല അല്ലെ? വാട്ടപ്പം മറ്റേത്. ഇത് കൊള്ളിപ്പുട്ടാക്കാൻ വേണ്ടിട്ട് ഉണക്കുന്നത്. ഇങ്ങനെ ചെത്തിയിട്ട് ഉണക്കുന്നത്. മറ്റേ വാട്ടപ്പയാക്കാൻ വേണ്ടിട്ട് ആക്കുമ്പോ പിന്നെ കപ്പ ചെത്തിയിട്ട് കഴുകിയിട്ടാകുമ്പോ വെള്ളം തിളക്കുമ്പോ അതിലിടുക. ഒരു താഴെ തിളക്കുമ്പോ തന്നെ പോരണം. പിന്നെ വേഗം പാടില്ല. അത് നമ്മ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മ ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് കപ്പയും കടലയാക്കാം. വാട്ടക്കപ്പയും കടലയും. അപ്പം ഇന്ന് നമ്മ കൊള്ളി പുട്ടാന്നാക്കുന്നത് കേട്ടാ. കപ്പപ്പുട്ട് പറയും, നമ്മളുടെ കൊള്ളിന്ന് പറയും, കൊള്ളിപ്പുട്ട്. ഇത് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ല ചൂട് കപ്പപ്പുട്ട് ഉണ്ടാക്കാം. അപ്പൊ കുറച്ച് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. എല്ലാക്കുന്നില്ലല്ലോ അമ്മ? കുറച്ച് മതിയില്ലേ? അതെ. അമ്മ നല്ല മേൽമുണ്ടെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അമ്മ. മേൽമുണ്ടെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. മേൽമുണ്ട് മാറ്റി മാറ്റി കൊടുക്കും. എന്താ പറയാ, ഇങ്ങനെ പണിയെടുക്കുമ്പോ കൈ ഇങ്ങനെ തൊട്ട് കൊടുക്കണം. അപ്പൊ മാക്സിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്ന മുണ്ടുണ്ടായി നല്ലതാണ്. ഒരു പണിക്ക് നല്ലൊരു എളുപ്പം കിട്ടുന്നുണ്ട് ഇത് കൊടുത്താല്. മറ്റേ നമ്മൾ എന്തായാലും ഇങ്ങനെ തുടക്കുമ്പോ നമ്മൾ ഇങ്ങനെ ആയിപ്പോവും. ഇതാകുമ്പോ നമ്മളെ മാക്സിക്കൊന്നും പറ്റൂല. അതെ, മറ്റേ പേപ്പറും കട്ടയില്ലേ, ഇങ്ങനെ ഒരു സാധനം കട്ടയില്ലേ, അത് കെട്ടുമ്പോ എന്തോ ഒരു എതക്കേട് പോലെ ഉണ്ടാവും അല്ലേ? ഇതാകുമ്പോ നമ്മ എന്താക്കിയാലും കൈ എന്നാടും ബാക്കിൽ ഒറ്റ വരെയാന്ന്. 2 കൈയും ഈനെല്ലാം പറ്റൂലു. പിന്നെ ആരും ഉടുക്കാത്ത ഉണ്ടാകും. ഞാൻ തന്നെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിക്കാം നമുക്ക്. വലിയ കണ്ണിലെ അരിപ്പയിലോണം അരിച്ചെടുക്കാം അല്ലേ? കുറച്ച് നമ്മളെ സാധാരണ അരിപ്പയിൽ അരിച്ചാലും മതിയില്ലേ? മതി, അതിലായാലും മതി. വേഗം അവിടെ പൊടിച്ച് അമ്മ എല്ലാം പൊടിച്ചു കൂട്ടാ. 2 ഒറ്റ കറക്കാവുന്ന വേഗം ആവുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഡബയിലും കൂടി ഉണ്ട്. അത്രേ 2 ഡബയിലും കൂടി ഉണ്ടാ. കപ്പ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതെ, കപ്പ. അപ്പൊ നമുക്കിനി ഇത് ഒന്ന് കുഴച്ചെടുക്കാം ഉപ്പും വെള്ളത്തിൽ. ഇതുവരെ പിന്നെ കപ്പ പിന്നെ പുട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാറില്ലേ? അത് പൊടിച്ചെടുക്കുമ്പോ നല്ലൊരു സ്മെല്ലല്ലേ? നല്ല സ്മെല്ല് വരുന്നില്ലേ? നല്ലൊരു മണമുണ്ട്. അമ്മ ഇതുവരെ കഴിച്ചിട്ടാമ? ഇല്ല, സത്യമായിട്ട് ഞാൻ കഴിച്ചില്ല. നമ്മ കഴിഞ്ഞ പ്രാവശ്യം ആക്കി പൊടിച്ചിട്ട് കഴിച്ചു. പിന്നെ ചെറുതുണ്ടാകുമ്പോ അമ്മ പുട്ടെല്ലാം കഴിച്ചിനി. പക്ഷെ ഇത് ഇതുവരെ കഴിച്ചു. നമ്മളിത് ചെറുപ്പത്തിലേ കഴിച്ചിട്ടുണ്ട്. നമ്മളവിടെല്ലാം കപ്പ അങ്ങനെ കളക്കുമ്പം അതിന്റെ പൊട്ടിയതും മുറിഞ്ഞതും ഉണ്ടല്ലോ, അത് അവരെടുക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെ വാട്ടുകപ്പ ഇങ്ങനത്തെ പിന്നെ
പിട്ടാക്കേണ്ട കപ്പയെല്ലാം ഉണക്കിയിട്ട് വെക്കും. ഉണക്കിയിട്ട് ആക്കും. മഴക്കാലത്തേക്ക് ഇത് ഉണക്കിയിട്ട് ആക്കിയാൽ എന്നാ വേഗം പൊടിക്കാൻ എളുപ്പമായി. ഉണക്കാണ്ട് ഇതാവൂല അമ്മ, വെറുതെ കപ്പ എടുത്ത് പച്ചക്കപ്പേന്റെ ഇങ്ങനെ ഇങ്ങനെ ചെത്തി ഇങ്ങനെ ആ മറ്റേതിരില്ലേ സ്ക്രൈപ്പർ അതിലാക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ കട്ടങ്ങ് കളഞ്ഞിട്ട് തേങ്ങ ഇട്ടിട്ട് പുട്ടാക്കുന്നുണ്ട്. അങ്ങനെയാക്കാം പച്ചക്കപ്പേനെ കൊണ്ടല്ലേ. പക്ഷെ ടേസ്റ്റ് ഇതാണ്. ഇതിങ്ങനെ ഒരു റബ്ബർ പോലെ ഉണ്ടാവും ആയി കഴിയുമ്പോ. ചൂടോടെ തന്നെ കഴിക്കണം. തണിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല, ചൂടോടെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിട്ട്. ആ മണം ആദ്യം വരുമ്പോ ഇല്ല, ആ മണം അതിന്റെ ടേസ്റ്റ് ഉണ്ട് നോക്കാം. അതെ, ഞാൻ ഇതുവരെ കഴിച്ചത് ലേഖരി ഇടുന്ന് ആക്കിയ ഓരോരു ഇത് എന്റെ ജീവിതത്തില് കഴിക്കാതെ ഞാൻ ഇടുന്ന് കഴിക്കാൻ തുടങ്ങി. എന്താണ് ഏതാന്നൊന്നും അറിയില്ല, ഇടുന്നാണ് അറിയാൻ തുടങ്ങി, ഇടുന്നാണ് കഴിക്കാൻ തുടങ്ങി. കുഴക്കട്ട എന്നിട്ട് ആരോ ചോദിക്കും ചെയ്തിന് അമ്മ ഇതുവരെ ആക്കിയിട്ട്. നമുക്ക് അങ്ങനെ കേരളത്തിലെ ഫുഡ് കുറച്ച് ആക്കാൻ കൊറേ വർഷമായി കേരളത്തിൽ നിൽക്കുന്നു, പക്ഷെ അമ്മ പഠിച്ചു വരുന്നത്. അമ്മക്ക് കൂടുതൽ താല്പര്യവും മറ്റേ അമ്മേന്റേതായ എന്തരവും ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനെയല്ല, നമ്മയായാലും നമ്മ ഉണ്ടാക്കുന്ന. അപ്പൊ ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഉപ്പും വെള്ളത്തില് സാധാരണ പുട്ട് കുഴക്കുമ്പോ അമ്മ കുഴക്കുന്നുണ്ട്, അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെ ആക്കിട്ട് നടക്കണം, ഒന്നിച്ചങ്ങനെ ഒഴിച്ചിട്ട് കട്ട വെക്കും. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണം കുഴച്ചെടുക്കാൻ. ഇത് പുട്ടിന്റെ അമ്മ ഒഴിക്കുമ്പോ പിന്നെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നിട്ട് അങ്ങനെ എടുത്ത് ഒഴിക്കുമല്ല, അങ്ങനെ പറ്റില്ല. അതിന് കുറച്ച് നനച്ചെടുക്കുക. ലോകൂടെ ഇടുന്നല്ലോ അമ്മമ്മക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അമ്മമ്മ അങ്ങോട്ട് നിൽക്കാവുമ്പ ഇങ്ങോട്ട് നിൽക്കുന്നു എന്ന് പരിപാടി എന്ന് ചിത്രം വരച്ചാ. ആ ലോകുന് ഇതേപോലെ ഫോൺ നോക്കിയിട്ട് ഇതെന്നാന്ന് അതിന്റെ പേരെന്ന് ഞാൻ നിന്റെ നറൂട്ടോ കാർട്ടൂണത്തെ ഏതോ ക്യാരക്ടർ എന്നാ വിചാരിച്ചിന്. കാണിച്ചേ, ഇത് ലോകു ഫോൺ നോക്കിട്ട് വരച്ചാന്ന് കേട്ടാ. ഇതാ വേറൊരു ചിത്രം കൂടി വരച്ചിട്ടുണ്ട്. ഇനും പേരില്ലേ ഫ്രീസ അന്ന് ഗോകുടുത്തെ ആവിക്ക് വെച്ചിട്ട് വേവിക്കലുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തില് ഇല വെച്ചിട്ട് തേങ്ങ എല്ലാം ഇലയിൽ തന്നെ ഇട്ടിട്ട് ആവിക്ക് അങ്ങനെയാക്കാം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ കഷ്ണമായി തീരെടുത്തിട്ട് അതാ എനിക്കിഷ്ടം. അങ്ങനെ എളുപ്പത്തിൽ വേഗം തേങ്ങ ഇട്ടിട്ട് എല്ലാം വെച്ചാൽ ഒരു ആൾക്കാർക്കൊന്നുമല്ല. പണ്ടെല്ലാം തുണിയിൽ പണ്ടെല്ലാം നല്ല വെള്ള തുണി വെക്കും, അതിനായിട്ട് തന്നെ ആ തുണി എപ്പം അട വെക്കും. എന്നിട്ട് അതിങ്ങനെ വലിയ പിന്നെ പാത്രത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടാകുമ്പോൾ അതിലാണ് ഇലയിട എല്ലാ ഇല ഉണ്ടാക്കല്. പണ്ടൊന്നും അങ്ങനെ ഈ എന്റെ ഓർമ്മയിലൊന്നും ഇഡ്ഡലി പാത്രം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഉണ്ടാവുമായിരിക്കും വലിയ വലിയ ആൾക്കാർ. നമ്മുടെ ഈ തുണി കെട്ടിയിട്ട് തന്നെ നൂൽപുട്ട് ഇലയിട കുഴക്കട്ട എല്ലാം അങ്ങനെ വെക്കല്. വേഗം ആയിക്കിട്ട് വരും. നല്ല ആൾക്കാർ മൂട് വേണമെന്നില്ല. കുറേശ്ശെ വെള്ളാക്കിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പാകം ഇങ്ങനെ ആക്കുമ്പോ ചെറുങ്ങനെ ഒരു ആവണം. ചില്ലിട്ടിച്ചമ്മ ഞാൻ വെറുതെ അറിയോ നോക്കിയത്. ഇനി ഇപ്പൊ സാധാരണ നമ്മ പുട്ടാക്കും പോലെ തന്നെ തേങ്ങ ഇടുക. എത്ര കഷ്ണാക്കുന്നു? 3 കഷ്ണം. 4 കഷ്ണം. 4 കഷ്ണം. നല്ലോണം തേങ്ങ വേണം. അപ്പം തേങ്ങയെല്ലാം വില കൂടിയോണ്ട് നമ്മൾ കുറച്ച് തേങ്ങ ക്ഷാമാന്ന് ഇട. അമ്മ ആവി വരാൻ തുടങ്ങി. ആവിയൊന്നാ നോക്കുമ്പോ കാണുന്നില്ല. കുറച്ച് മറ്റേ പിള്ളങ്ങാടി കുറച്ചും കൂടെ വേവണം. ഇത്
കൂട്ടം പിന്നെയും ചിത്രം വരാ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ എന്തിനാ ചേർക്കുന്നത്? അറൂട്ടോ. അപ്പൊ നമ്മളെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ്. നല്ല മഞ്ഞ കളറല്ലേ? മഞ്ഞ കളർ. അപ്പൊ നമ്മെല്ലാരും ചായ കുടിക്കലായി. ആദ്യം തന്നെ ഇതുവരെ തിന്നാത്ത ആൾക്ക് ടേസ്റ്റ് നോക്കട്ട്. നല്ല ചൂട് കട്ടൻ ചായയും കപ്പപ്പുട്ടും. അതങ്ങനെ ഉണ്ടാവല്ലേ റബ്ബർ പോലെ. പൊടിക്കാനൊന്നും കിട്ടൂല അരിപ്പുട്ട് പോലെ. ആ ചൂടോടെ തിന്നണം, തണിഞ്ഞിട്ട് തിന്ന. അതേ ഒരാളങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിക്കൂട്ട നേരത്തെ തിന്നുകൊണ്ട് അതിൻ്റെ ഇടക്ക് ഇപ്പൊ നുറുക്കുന്നേന്ന്. ക്ലാസ്സിന് പോകുന്നോണ്ട് അതിക്കൂട്ടനെ ഇപ്പൊ കാണിക്കാനേ പറ്റില്ല, ആരും കാണില്ല. അത് ഇല്ല ചെക്കനായി ഒരു ഹായ് പറഞ്ഞേ. ഹായ് നിറച്ച് നുറുക്കാതെ. ഇനി വേണ്ടേ കപ്പപ്പുട്ട്? തിന്നുവാ? ഓൾറെഡി തിന്നുവാ. അപ്പൊ ഇതാ ചൂട് കട്ടനും കപ്പപ്പുട്ടും ടേസ്റ്റ് നോക്കട്ടെ. കപ്പപ്പുട്ട് നമ്മ പിന്നെ ഓൾറെഡി കഴിച്ചിട്ടില്ലാന്ന്, എന്നാലും നമ്മളെ എക്കാലത്തെയും ഫേവറേറ്റ് ആണ് കേട്ടോ കപ്പപ്പുട്ട്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പുട്ട് പൊടിച്ചെടുക്കുമ്പോൾ പൊടിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ചൂടോടെ നല്ല രസമുണ്ട്. എനിക്ക് എത്ര തിന്നാലും മതി, എനിക്ക് തന്നെ ഇഷ്ടമാണ്. പിന്നെ തിന്നണം തോന്നും. ആ പൊരിക്കാൻ എപ്പോഴും ചെട്ടിയിട്ട് ഉണക്കിയിട്ട് വെക്കുന്നത്. ഇതിനെ പിഴയൊന്നും മനസ്സിലല്ല, ഇവിടെ എന്റെ അമ്മേനെ ഉണ്ടാക്കിയാൽ അത് എത്ര വേണമെങ്കിലും ധൈര്യത്ത് കഴിക്കാം. ഇങ്ങനത്തെ തിന്നുമ്പോൾ നമ്മൾ പണ്ടേത്തെ കാലം ഓർമ്മയിലുണ്ട്. തിന്നത് ആ ടേസ്റ്റും എല്ലാം അതാണ്. ഇത് തിന്നുമ്പോൾ അതാണ് എപ്പോൾ ഓർമ്മയില്ല. ഞാൻ തിന്നു കഴിഞ്ഞിട്ടേ ഞാൻ പേര് തിന്നു കഴിഞ്ഞു. ഞാൻ രണ്ടാമതായി. നമുക്ക് ഇഷ്ടമായി. സാധാരണ പുട്ടിനേക്കാളും എനിക്ക് ഇതാ ഇഷ്ടമായി. അപ്പൊ നമ്മളെ വൈകുന്നേരത്തെ ചായപൊടി ഇങ്ങനെ കഴിഞ്ഞു. കൊള്ളിക്കുട്ടെല്ലാം തിന്നു, എല്ലാവർക്കും തിന്നു, എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഇഷ്ടമായി. കൊള്ളിയുള്ളവരെല്ലാം അതായിട്ട് ഞാൻ കൂട്ടുന്നു. കപ്പയുള്ളവരെല്ലാം ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. വേനൽക്കാലത്ത് സമയം കിട്ടുമ്പോ ഒന്ന് ചെത്തിയിട്ട് ഉണക്കി കഴിഞ്ഞാല് ഇതേപോലെ നല്ല മഴയത്ത് നമുക്ക് കപ്പപ്പുട്ടാക്കിട്ട് തിന്നാം. അത് അതിന് ആവി വരുമ്പോ നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല്. പിന്നെ കഴിച്ചിട്ടാണ് കഴിച്ചു നല്ല അഭിപ്രായം പറഞ്ഞത്. ഇഷ്ടമായി. കറി വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ വരുന്നത് ഇങ്ങനെ തിന്നാ മതി. അപ്പൊ നമ്മ കട്ടൻ ചായയും കൂടി ഇതാന്ന് കഴിച്ച് ഇന്ന് കറിയൊന്നും അതിന് വേണമെന്നില്ല, ആക്കിയിട്ടുമില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ നമ്മളെ കപ്പപ്പുട്ടെല്ലാം ഉണ്ടായി. പത്തരപ്പരക്ക് ഇല്ല, വായിൽ ചെറിയ നാവിനൊരു ഇത് ഉണർക്കു ഒരു ഇത് വട്ടത്തിൽ ഇങ്ങനെ വരില്ലേ, അവിടെ ഭയങ്കര വേദന. ഒന്നും കഴിക്കാനും പറ്റത്തില്ല, ഇറക്കാനും പറ്റില്ല. കപ്പപ്പുട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എല്ലോ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക ഇതിന്. അപ്പോൾ വർത്തമാനം പറയാനും ശരിക്കും കൊണ്ട് പറ്റുന്നില്ല. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണം. അല്ല അപ്പോ എല്ലാവരും കൂടിയിട്ട്
സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.